സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവാക്കിയത് തൃത്താല മണ്ഡലത്തിലാണെന്ന് മന്ത്രി എം.ബി. രാജേഷ്. ആനക്കര നെയ്യൂർ GBLP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ഹെൽത്തി കിഡ്സ് പദ്ധതി ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആനക്കര പഞ്ചായത്തിലെ നെയ്യൂർ GBLP സ്കൂളിൽ പ്ലാൻ ഫണ്ടിൽ നിന്നും 90 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് സ്കൂളിൽ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നത്. കായിക വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് സ്കൂളിൽ സജ്ജമാക്കിയ ഹെൽത്തി കിഡ്സ് ക്ലബിൻ്റെയും സ്കൂളിൽ സജ്ജമാക്കിയ കുട്ടികളുടെ പാർക്കിൻ്റെയും സമർപ്പണവും നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. 49 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. തൃത്താല മണ്ഡലത്തിൽ ഇതുവരെ 37 സ്കൂളുകൾക്കും ഗവൺമെൻറ് കോളേജിലും അടക്കം 38 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് സർക്കാരിൻ്റെ വിവിധ ഫണ്ടുകൾ ലഭ്യമാക്കിയത്. അതിൽ പ്ലാൻ ഫണ്ടുണ്ട്, കിഫ്ബി ഫണ്ടുണ്ട്, MLA ഫണ്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഫണ്ടുകളാണ് സ്കൂളുകൾക്കും കോളേജിനുമായി ലഭ്യമാക്കിയിട്ടുള്ളത്. 38 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടി 49,67,45,00,000 രൂപ അനുവദിച്ചു കഴിഞ്ഞു. അതിൽ ഒട്ടേറെ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ അല്പം വൈകിയിട്ടുണ്ട്. പ്ലാൻ ഫണ്ടിൽ നിന്ന് കെട്ടിടം നിർമ്മിക്കുന്ന 9ാമത്തെ സ്കൂളാണ് GBLP നെയ്യൂർ. കക്കാട്രി സ്കൂളിന് 2 കോടി രൂപ അനുവദിച്ചു. UP സ്കൂളാണ്. അതിൻ്റെ കെട്ടിടം പണി കഴിഞ്ഞു. ആ പുതിയ കെട്ടിടത്തിൽ കുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്ത് തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കുന്നത് തൃത്താലയിലാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുട്ടികളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുക, ബുദ്ധിവികാസം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് വിദ്യാലയങ്ങളിൽ ഹെൽത്തി കിഡ്സ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. സംസ്ഥാനത്ത് 55 വിദ്യാലയങ്ങളിലാണ് പദ്ധതി നടത്തുന്നത്. ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഹെൽത്തി കിഡ്സ് പദ്ധതി സ്റ്റേറ്റ് ഹെഡ് ഹരി പ്രഭാകരൻ പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചർ, ഹെഡ്മാസ്റ്റർ ഗോകുൽദാസ്, PTA ഭാരവാഹികൾ, തദ്ദേശ സാരഥികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. NCV ന്യൂസ് തൃത്താല. പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ എടപ്പാളിലും. ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂരത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം. ആദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. വസ്ത്രമഹാത്ഭുതം, എടപ്പാളയം ഗ്രൗണ്ട്, ഗ്രാൻഡ് ദുബായ് മാൾ എതിർവശം, തൃശൂർ റോഡ്, എടപ്പാൾ.